എന്ന് പറയുന്ന പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് പെൺകുട്ടികൾ എ പ്ലസ് നേടുന്ന ഒരു 12,000 15,000 കുട്ടികളുണ്ടെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമായ ആശുപത്രിയിൽ ആളുകൾ വരാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം, മികച്ച സൗകര്യങ്ങൾ കിട്ടണം. ആ ആഗ്രഹത്തോടു കൂടി നമ്മൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, നിലവിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ എങ്ങനെ ഒന്നും കൂടി തുറന്ന് കാണിച്ചു കൊടുക്കണം. ഇപ്പം അതിനുള്ള പരിപാടിയിലാണ്. ഒരു ജൂൺ 1 വാരത്തോടു കൂടി നമ്മൾ ആ ബ്ലോക്ക് തുറക്കാൻ പോവുകയാണ്. എന്നാലും വഴി തെറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ കുട്ടികൾക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും അവർ ചോദിക്കുന്ന പണമൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ അവർക്ക് ഈ പൈസയുടെ വില അറിയില്ല. അപ്പോൾ എന്നിരിച്ച് കൊടുക്കണ്ട എന്നല്ല പറയുന്നത്. ഞാൻ 2 രീതിയിൽ നിങ്ങൾക്ക് പ്രസിഡന്റ് പദവിനെ 5 കൊല്ലം മുന്നോട്ട് പോകാൻ പറ്റും. ഒന്ന്, ഒരു ഡെമ്മി പ്രസിഡന്റായിട്ട് അവിടെ ഇരിക്കുക, വരുന്ന ഫയലിലൊക്കെ ഒപ്പിടുക, കാര്യങ്ങളൊന്നും ചെയ്യാതെ 5 കൊല്ലം പൂർത്തീകരിക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങളിരിക്കുന്ന 5 വർഷം ഒരു അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കി നിങ്ങൾ ഇറങ്ങിപ്പോരുകയാണെങ്കിൽ ആ ഒരു കാലത്ത് ജനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഭരണസമിതി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് ജനങ്ങൾ ഓർക്കും. ആ രീതിയിലും നിങ്ങൾക്ക് ഇറങ്ങിപ്പോരാം. പക്ഷെ എന്നെ സ്ട്രൈക്ക് ചെയ്തത് ആ പറഞ്ഞ 2ാമത്തെ പോയിന്റായിരുന്നു. വെൽക്കം ടു ലീഡർ വിത്ത് അബ്ബാദ് മലയ്ക്കൽ. നമ്മോടൊപ്പം ഉള്ളത് MK റഫീഖ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. നസീബ അസീസ് മയ്യേരി, ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. വെൽക്കം ടു ദ ഷോ. ശ്രീ MK റഫീഖ, താങ്കൾ എങ്ങനെയാണ് പ്രസിഡന്റ് എന്നുള്ള റോൾക്ക് എത്തിപ്പെട്ടത്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി മത്സരിച്ചത്. മത്സരിക്കാനുണ്ടായ കാരണം, വനിതാ സംവരണം വന്നപ്പോൾ പാർട്ടി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടി സമീപിച്ച് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളെ, കാരണം വനിതാ സംവരണമാണ് അവിടെ പ്രസിഡൻ്റായിരുന്നത്, അങ്ങനെ അവരന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ ഒരാൾ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിച്ച ഒരു ഫീൽഡായിരുന്നില്ല. ഒരുപാട് ആളുകൾ നിർബന്ധിച്ചപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരേണ്ടി വന്നു. മത്സരിച്ചു, ജയിച്ചു, പ്രസിഡൻ്റായി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായി. 5 വർഷം വളരെ നല്ല രീതിയിലാണ് ആ പഞ്ചായത്തിനെ, പുലാമന്തോൾ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിനെ കൊണ്ടുപോയത്. ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാനതല സ്വരാജ് ട്രോഫി ഉൾപ്പെടെ 8ഓളം വരുന്ന പുരസ്കാരങ്ങൾ പഞ്ചായത്തിന് നേടിക്കൊടുത്തുകൊണ്ടാണ്. തുടർന്ന് 2015 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജില്ലാ നേതൃത്വം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ളൊരവസരം തന്നു, എടയൂർ ഡിവിഷനിൽ. അങ്ങനെ 5 കൊല്ലം എടയൂർ ഡിവിഷൻ, അത് എൻ്റെ സ്വന്തം പഞ്ചായത്തായ പുലാമന്തോൾ, മൂർക്കനാട്, എടയൂർ, ഇരുമ്പിളിയ പഞ്ചായത്തുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. പിന്നീട് 2020 തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവി വനിതയ്ക്കായിരുന്നു, 3ാമത്തെ ടൈമാണ്. അപ്പോൾ പാർട്ടി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ ഭരണപരമായിട്ട് 10 വർഷക്കാലം ഒരു പഞ്ചായത്തിന് നയിച്ചു, ജില്ലാ പഞ്ചായത്തിലെ മെമ്പറായി. അതുകൊണ്ടായിരിക്കാം ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ, ഒരുപക്ഷെ കേരളത്തിൽ 14 ജില്ലാ പഞ്ചായത്തുണ്ട്. 14 ജില്ലാ പഞ്ചായത്തുകളിൽ ലീഗ് ഭരിക്കുന്നത് ഒരേ ഒരു ജില്ലാ പഞ്ചായത്തായ മലപ്പുറത്താണ്. ജില്ല എന്ന് പറയുന്നത് മറ്റ് ജില്ലകളേക്കാൾ ജനസംഖ്യ കൊണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം കൊണ്ടൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ പാർട്ടി വലിയൊരു ദൗത്യമാണ് 2020 തെരഞ്ഞെടുപ്പിൽ എന്നെ ഏൽപ്പിച്ചത്. ഇപ്പോൾ 4.5 വർഷം കഴിഞ്ഞ് ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കാൻ പോവുകയാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ എന്ന നിലയിലും ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾക്കൊക്കെ അംഗീകാരം കൊടുക്കുന്നത് ആസൂത്രണ സമിതിയാണ്. ആസൂത്രണ സമിതിയുടെ അധ്യക്ഷ എന്ന നിലയിലൊക്കെ നല്ല രീതിയിലാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. പാർട്ടി തന്ന ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. നസീബ, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയ മേഖലയിൽ എത്തിപ്പെട്ടത്? ഈ ഒരു പൊസിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് ഹെൽത്തും എഡ്യൂക്കേഷനും. വിദ്യാഭ്യാസവും ആരോഗ്യം ഇല്ലാണ്ട് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, ആരോഗ്യം ഇല്ലാണ്ടും പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഇന്ത്യയിൽ തന്നെ കേരളത്തിലെ ഏറ്റവും എഡ്യൂക്കേഷനും ഹെൽത്തും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ സർക്കാർ പറയുന്നത് നമ്മൾ നമ്പർ 1 ആണ്. ഈ ഒരു വലിയൊരു ഉത്തരവാദിത്വം
എത്തിപ്പെട്ടപ്പോൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഈ ഒരു 5 വർഷം ടേം എങ്ങനെ തോന്നുന്നു? ഈ ഒരു 5 വർഷം നമുക്ക് ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. നമുക്ക് കിട്ടിയ 6 ജില്ലാ ആശുപത്രികളാണ് നമുക്കുള്ളത്. ഏത് ഡിവിഷനിലായിരുന്നു? ഞാൻ ഈ പറഞ്ഞ പോലെ 2010-15 കാലയളവിൽ വളവന്നൂർ പഞ്ചായത്തിൽ അന്ന് അവിടെ ഇതുപോലെ വനിതാ സംവരണമാണ്. അന്ന് വനിതാ ലീഗിലും ഒക്കെ പ്രവർത്തിക്കാറുണ്ട്. പോരാത്തത് ഞാൻ വന്നു ചേർന്ന കുടുംബം എന്ന് പറയുന്നത് ജനിച്ചു വളർന്ന കുടുംബവും അതുപോലെ തന്നെ വന്നു ചേർന്ന കുടുംബവും രാഷ്ട്രീയപരമായി ഉള്ള ഒരു ഫീൽഡിലുള്ള ആളുകളാണ്. ഇമോഷനായാലും 26 കൊല്ലം ഒരുമിച്ച് പ്രസിഡൻ്റായ ആളുകൾ, അതുപോലെ തന്നെ ഭർത്താവും പഞ്ചായത്ത് പ്രസിഡൻ്റായതാണ്. എൻ്റെ ഉമ്മ അല്ലെങ്കിൽ വാപ്പാൻ്റെ കുടുംബവും ഉമ്മാൻ്റെ കുടുംബമൊക്കെ വലിയ അധികാരിയായിരുന്നു. അപ്പം ആ ഒരു മേഖലയിൽ ആ കാലഘട്ടം തന്നെ ഉണ്ട്. സ്വാഭാവികമായും അങ്ങനെ ജനിച്ചു വളർന്ന ഒരാൾക്ക് ഇത്തരം ഒരു പൊസിഷനിലേക്ക് പറ്റും എന്നുള്ളത് ഞങ്ങളെ രാഷ്ട്രീയ നേതാക്കൾ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെയാണ് മത്സരിച്ച് വിജയിച്ചു. അവിടെ വളവന്നൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി. അത് കഴിഞ്ഞതിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. അതും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം. അവിടെയും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ സ്ഥാനം ജനറൽ പോസ്റ്റാണ് അന്ന് തന്നത്. അതായത് അത് സംവരണത്തിലൂടെ കിട്ടിയതല്ല, മറ്റത്തൊക്കെ സംവരണത്തിൽ അന്ന് മറ്റുള്ള ആളുകൾ ഉണ്ടെങ്കിലും പിന്നെ നമ്മളെ തിരഞ്ഞെടുത്ത് പാർട്ടി ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കണ്ടായി 5 വർഷം. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ പാർട്ടി നേതൃത്വം ജില്ലയിലേക്ക് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയിൽ അതിനനുസരിച്ച് ചർച്ചകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ ജില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജില്ലയാണ്, എല്ലാ മേഖലയിലും നമ്മൾ ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ചെയ്യാൻ കഴിയുന്നവരെ വെക്കാം എന്നവർ ഉദ്ദേശിച്ചുകൊണ്ടോ പിന്നെ നമുക്ക് എന്തായാലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവുമല്ലോ എന്തിനും, അതൊക്കെ കൊണ്ടാണ് ഇങ്ങോട്ട് എത്തിയത് എന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന സമയത്ത് ഈ 7 ജില്ലാ ആശുപത്രികളിലും കിട്ടിയ സമയത്തും ഇപ്പം ഈ 4.5 വർഷമാവും നമുക്ക് മാറ്റങ്ങൾ ഒരുപാട് വരുത്താൻ സാധിച്ചു. സ്ത്രീ സംവരണം അല്ലെങ്കിൽ വുമൺ എംപവർമെൻ്റ് എന്നുള്ള പദ്ധതിയിലൂടെ വന്നതാണ് നിങ്ങളെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതൊരു ഫാക്ടറായിട്ട് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ 5 വർഷത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസം കൂടാണ്ട് ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാവും ചെയ്തിട്ടുണ്ടാവുക? ഈ ഹ്യൂമൺ എംപവർമെൻ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വനിതകളെ ശാക്തീകരിക്കുകയാണല്ലോ. ഇത് ജില്ലാ പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ ഒരു പ്രോജക്റ്റ് വിഭാവനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ വനിതകൾക്ക് വേണ്ടി വിഭാവനം ചെയ്യുമ്പോൾ 94 ഗ്രാമപഞ്ചായത്തിലെ ആളുകളെ നമ്മൾ ഉൾപ്പെടുത്തണം. ഒരു പഞ്ചായത്താകുമ്പോൾ ആ പഞ്ചായത്ത് പ്രദേശത്തെ വനിതകൾ മതി. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഹ്യൂമൺ എംപവർമെൻറ്റിന് വിദ്യാഭ്യാസപരമായിട്ട് ഇപ്പോൾ വിജയബേരി പദ്ധതിയിലൂടെ നമ്മൾ വലിയൊരു മാറ്റം നമ്മളെ ജില്ലയിൽ, കാരണം മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് മുസ്ലിം പെൺകുട്ടികളൊക്കെ എന്തുണ്ടായിരുന്നില്ല, പഠിക്കാൻ സ്കൂളിൽ പോകാത്തൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് മാറി ഇന്ന് നമ്മളെ മലപ്പുറം ജില്ലയിലെ മറിയം ജുമാനയെ പോലെയുള്ള പൈലറ്റായ പെൺകുട്ടികളുള്ള ഒരു മലപ്പുറം ജില്ലയിലാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റം ശാക്തീകരണത്തിലൂടെ കൊണ്ടുവന്നു. അപ്പോൾ കുടുംബശ്രീ സംവിധാനം നമ്മുടെ ജില്ലയിൽ വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പണ്ട് കുടുംബശ്രീയിലെ പ്രസിഡന്റ് ആവാൻ, സെക്രട്ടറി ആവാനൊക്കെ, കാരണം ഒരു 10-20 വനിതകൾ കൂടിയിട്ടുള്ളൊരു കൂട്ടാണ് അയൽക്കൂട്ടം എന്ന് പറയുന്നത്. ആ അയൽക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിക്കൊക്കെ ആരാവണം, ഞാനായാൽ പഞ്ചായത്തിലേക്ക് പോകണം, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് പുറകിലേക്ക് നിന്നിരുന്നൊരു കാലം തുടക്കത്തിൽ കുടുംബശ്രീ ജില്ലയിൽ കൊണ്ടുവരുന്ന സമയത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് കുടുംബശ്രീയിൽ തന്നെ ഇലക്ഷൻ വന്നു. അപ്പോൾ വനിതകൾ വിദ്യാഭ്യാസത്തിലൂടെയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ശാക്തീകരണത്തിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് നമുക്കറിയാം 2002 വിജയബേരി പദ്ധതി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിക്കുന്ന സമയത്ത് 10ാം തരത്തിൻ്റെ വിജയ ശതമാനം സംസ്ഥാന ശരാശരിയുടെ പകുതിയിൽ താഴെയായിരുന്നു.
ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് മെയ് 6-ലാണ്. മെയ് 9-ന് SSLCയുടെ റിസൾട്ട് വരാൻ പോവാണ്. SSLCയുടെ റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ്. വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് ഇരുന്ന് SSLCയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഒരു 4 തവണയെങ്കിലും മലപ്പുറത്തിൻ്റെ പേരെടുത്ത് പറയാവുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറത്തെ മാറ്റാൻ വിജയബേരി എന്ന് പറയുന്ന പദ്ധതി കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് പെൺകുട്ടികൾ എ പ്ലസ് നേടുന്ന ഒരു 12,000-15,000 കുട്ടികളുണ്ടെങ്കിൽ 3/4 ഭാഗവും പെൺകുട്ടികളാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മളെ മലപ്പുറത്തെ വിദ്യാഭ്യാസത്തിലൂടെ വനിതകളെ ശാക്തീകരിക്കാൻ ജില്ലാ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. വിജയബേരി എന്നുള്ളൊരു സ്കീം ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ അത് ബാക്കിയുള്ള ജില്ലകൾ ഈ ഒരു കാര്യം ഫോളോ അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനോ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ആ ഒരു കാര്യത്തിൽ? ഇത് സർക്കാർ കൊണ്ടുവന്ന സ്കീമല്ല. അല്ല, നിങ്ങളുടെ സർക്കാർ അത് മീൻസ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതിയാണ് ആ 2000-2005 ഒരു ദീർഘവീക്ഷണമുള്ള അല്ലെങ്കിൽ മലപ്പുറത്തെ വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ മലപ്പുറത്തെ കുട്ടികളെ എങ്ങനെ ഒന്നാമതെത്തിക്കാം എന്നൊരു ചർച്ചയിൽ നിന്ന് കൊണ്ടുവന്ന ഉരുത്തിരിഞ്ഞൊരു പദ്ധതിയാണ് വിജയബേരി. ആ പദ്ധതി കൊണ്ടുവന്ന് ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് മലപ്പുറത്ത് ഈ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുത്തത് ഈ വിജയബേരിയിലൂടെ വിദ്യാഭ്യാസ രംഗത്ത്. പക്ഷെ ഇന്ന് പല ജില്ലാ പഞ്ചായത്തുകളും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഈ ഭരണസമിതി വന്നപ്പോൾ തന്നെ 10ാം തരം വരെ ഉണ്ടായിരുന്ന വിജയബേരി നമ്മൾ ഹയർ സെക്കൻഡറിയിലേക്ക് വ്യാപിപ്പിച്ചു. ഹയർ സെക്കൻഡറി കുട്ടികളെ കൂടി ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഓരോ സബ്ജക്റ്റ് വൈസ് എന്തുണ്ടാക്കുന്നുണ്ട്, മൊഡ്യൂൾ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഓരോ വിഷയമേഖല അടിസ്ഥാനത്തിൽ ഓരോ വിഷയത്തിൽ. ഇതൊക്കെ മറ്റു ജില്ലകൾ കാണുമ്പോൾ നമ്മളവിടുത്തെ നിന്ന് കോപ്പി എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അവർ വളരെ അത്ഭുതത്തോടെയാണ് മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകളെ നോക്കി കാണുന്നത്. നമ്മൾ ജനതയ്ക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ഈ വിദ്യാഭ്യാസം കൊടുത്ത് ഈ പാസ്സാവുന്ന കുട്ടികൾ ഇപ്പോൾ +2 തലത്തിൽ നമ്മളൊക്കെ അറിയാം ജില്ലയിൽ സീറ്റിന് വേണ്ടി അവസാനം നെട്ടോട്ടം. അത് പൊതുവേ സയൻസ് സബ്ജക്ട്സിനാണ് കൂടുതൽ കാണാറുള്ളത്. ശരിയാണ്, അത് നിങ്ങളുടെ ഇതിൽ വരുന്ന സംഭവമല്ല. പക്ഷെ എന്നിരുന്നാലും ജില്ലയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രഷറൈസ് ചെയ്യാറുണ്ടോ ജനങ്ങൾ? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു സമയത്തുള്ള ഇപ്പോൾ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മെയ് 9-നല്ല റിസൾട്ട് വന്നു കഴിഞ്ഞാലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് സീറ്റ് കിട്ടാതാവുമ്പോഴുള്ള ജനങ്ങളെ? ഹയർ സെക്കൻഡറിയും ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്. അപ്പോൾ സീറ്റ് അതായത് ഈ വർഷം 10ാം തരത്തിൽ ഒരു 80,000-ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ടായിരിക്കും. ജില്ലയിൽ മൊത്തം എല്ലാവർക്കുള്ള സീറ്റ് ഇവിടെ ഇല്ല. അത് കുട്ടികൾക്കെല്ലാം സീറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം ഒരു തത്വത്തിൽ ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് ചോദിച്ചാൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പറയും, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിദഗ്ധർ പറയും എല്ലാവരും സയൻസിന് തന്നെ പോകണമെന്നില്ല. ഇവിടെ കോമേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, മറ്റു ITI പോളിടെക്നിക് പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ പിന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പോകാം. എല്ലാവരും ഒരേ ഇതിന് പോകണം. ഒരു കുട്ടി ഞാൻ ആഗ്രഹിച്ച ഒരു സീറ്റിലേക്കും ഞാൻ ആഗ്രഹിച്ചൊരു വിദ്യാലയത്തിലേക്കും പോകണമെന്ന് ചിലപ്പോൾ കുട്ടികൾ ആഗ്രഹിക്കുമല്ലോ. പക്ഷെ അത് സാധിച്ചെടുക്കാൻ ഭൂരിഭാഗം കുട്ടികൾക്കും കഴിയണമെന്നില്ല. കാരണം ആ കുട്ടി ആഗ്രഹിച്ച സ്കൂളിലേക്ക് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടണമെന്നില്ല. ആ കുട്ടി ചിലപ്പം ചിലപ്പോൾ സയൻസ് ഗ്രൂപ്പൊക്കെ ഏതെങ്കിലും വിധത്തിൽ കിട്ടിയെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഈ ഒരു പ്രശ്നം കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ മുമ്പത്തെ വർഷമാണ് വലിയൊരു പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് നമ്മുടെ ജില്ലയിൽ ഇത്രയും കുട്ടികൾക്ക് സീറ്റ് +1 വേണം, അതിന് അഡീഷണൽ ബാച്ച് നിങ്ങൾ തരികയാണെങ്കിൽ അതിനുള്ള സൗകര്യം അടക്കം ജില്ലാ പഞ്ചായത്ത് ഒരുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും സമീപിച്ചു. നമുക്ക് പിന്നെ അഡീഷണൽ ബാച്ച് വന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ ക്ലാസ് മുറികൾ ഏകദേശം ഒരു 15 മുതൽ 20 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അഡീഷണൽ ക്ലാസ് മുറികൾ ഉണ്ടാക്കി കൊടുത്തത്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് കൊടുത്ത് ബെഞ്ച്, ഡെസ്ക്, അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും എയ്ഡഡ് നമുക്ക് ഇല്ല. എയ്ഡഡിന് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ SPC ഉണ്ട്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. അത് മാർഗരേഖയിലുണ്ട്. അവർക്ക് ഒരു 20,000 രൂപ ഒരു സ്കൂളിന് കൊടുക്കാവുന്നതിൽ എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്. അപ്പം ജില്ലാ പഞ്ചായത്ത് കൊടുക്കാമെന്ന് പറഞ്ഞതേ കൊടുക്കുള്ളൂ. വിജയബേരിയുടെ പ്രവർത്തനം നടത്തും. അതല്ലാതെ ബെഞ്ച്, ഡെസ്ക് കൊടുക്കൽ, ഭൗതിക അതൊന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മുടെ ഒരു AI ജനറേഷനിലാണ് നമ്മളുള്ളത്. ഈ AI ജനറേഷനിൽ ഇപ്പോൾ
സ്കൂളുകളിൽ ഹൈസ്കൂളുകളിലാണ് 8, 9, 10-ലാണെങ്കിലും ക്ലാസ് എടുക്കുന്നത് ഇംഗ്ലീഷിൻ്റെ ടീച്ചറോ അതല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ടീച്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റ് ടീച്ചേഴ്സൊക്കെയാണ് IT എന്നുള്ള രീതിയിൽ ക്ലാസ് എടുക്കുന്നത്. അത് തീരുമാനിക്കുന്നത് സർക്കാരാണ്, സംസ്ഥാന സർക്കാരാണ് ആരാണ് ക്ലാസ് എടുക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. കേവലം ഒരു ചെറിയൊരു പൈസൻ്റെ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ടീച്ചർമാരെ ട്രെയിൻ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇത്രയും ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടും ഇതിനെക്കുറിച്ച് മാറി ചിന്തിക്കാൻ എന്തുകൊണ്ടാണ് സർക്കാരുകൾ തയ്യാറാവാത്തത്? നിങ്ങളെന്തെങ്കിലും പ്രഷറൈസ് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഈ ഒരു കാര്യത്തിനെ കുറിച്ച്? നമ്മളൊരു 100K കോഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് നമുക്ക് പ്രൈവറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രസിഡന്റ് പറഞ്ഞതുപോലെ എല്ലാത്തിനും ഫണ്ട് വെക്കാൻ നമുക്ക് നിബന്ധനകളുണ്ട്. അപ്പം നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി കുട്ടികളെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മളന്ന് 6ാം തരം മുതൽ 10ാം തരം വരെയുള്ള കുട്ടികൾക്ക് നമ്മളൊരു 100 ദിവസത്തെ കോഴ്സ് കൊടുത്തിരുന്നു. അപ്പം അത് 2022-23. അപ്പം അത് കുറേ ഒരു 1,00,000 കുട്ടികളാണ് നമ്മളന്ന് കണക്കാക്കിയിട്ടാണ് അത് സ്കൂളുകളിലെ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ഓൺലൈൻ വഴിയും അല്ലാതെയും ക്ലാസ് കൊടുത്തിട്ട് ഇതിനെ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് AI കേൾക്കണേ ഉള്ളൂ. അപ്പം ഇപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഹയർ സെക്കൻഡറി തലം കഴിഞ്ഞാലേ AI വരുന്നുള്ളൂ. അതിനെ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് അന്നത് ചെയ്തത്. 100K കോഡേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ കുട്ടികൾക്ക് ചെയ്യുകയും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും ചെയ്തു. പിന്നെ തുടർന്ന് വരുമ്പോൾ കുട്ടികൾക്ക് അതിനുപരി ഒരു ചെറിയൊരു ബോധം ഉണ്ടാവുമല്ലോ. അത്രേ നമുക്ക് അതിൽ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് അതിലൊരു പ്രത്യേക ഫണ്ട് വെക്കാൻ കഴിയില്ല. AI ഇപ്പോൾ വളരെ ഫെമിലിയറാണ് ആളുകൾക്കിടയിൽ. AI കാരണം ജോലി പോകുമെന്നുള്ള പേടി ഒരു ജനറേഷനുണ്ട്, മറ്റൊരു ജനറേഷൻ അതിനെ കൗതുകത്തോടു കൂടി കാണുന്നതുമുണ്ട്. ഈ ജോലിനെ കുറിച്ച് പറയുമ്പോൾ ജില്ലയിലുള്ള യുവതികളുടെ ഒരു പ്രധാന പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ ജനറേഷന്. എങ്ങനെയാണ് ആ ഒരു ചിന്താഗതിനെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്? എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഈ ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഇപ്പോൾ മലപ്പുറം ജില്ല മുൻപന്തിയിലെത്തിയപ്പോഴും ജനസംഖ്യയിൽ വർധനവുണ്ട്. എല്ലാ കുട്ടികളും ഡിഗ്രി PG കഴിഞ്ഞ കുട്ടികളാണ്. പണ്ടൊക്കെ ഒരു 10ാം ക്ലാസ് ആയിരുന്നു മിനിമം യോഗ്യതയെങ്കിൽ, അല്ലെങ്കിൽ 8ാം ക്ലാസ് ആയിരുന്നെങ്കിൽ ഇത് നേരെ തിരിച്ചാണ്, ഡിഗ്രി PG. എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സർവേ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്നായിരുന്ന വാർത്ത വന്നത് 65 ലക്ഷത്തോളം ആളുകൾ കേരളത്തിൽ അഭ്യസ്തവിദ്യരാണ്. അതിലേറ്റവും കൂടുതൽ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന മലപ്പുറം ജില്ലയിൽ 6.5 ലക്ഷത്തോളം അഭ്യസ്തവിദ്യരായ യുവാക്കളുണ്ട്. ഞങ്ങൾ ആ സമയത്ത് ഒരു ജോബ് ഫെയർ നടത്തി. സത്യത്തിൽ ഞങ്ങൾക്ക് സർക്കാർ ഫണ്ട് തരുമ്പോൾ തന്നെ ഓരോ മാർഗരേഖ ഉണ്ടാവും. മാർഗരേഖ ഒരു ചട്ടക്കൂടാണ്. ആ ചട്ടക്കൂടിൽ നിന്ന് പുറത്ത് നിന്നുകൊണ്ട് പുറത്തേക്ക് വ്യതിചലിച്ച് പോകാൻ പാടില്ല. അതിനകത്ത് നിന്നുകൊണ്ടാണ് പദ്ധതി വിഭാവനം ചെയ്യേണ്ടത്. പക്ഷേ ഞങ്ങളൊരു നൂതന പ്രോജക്റ്റായിട്ട്, ഒരു ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് എടുത്തു. ജോബ് ഫെയർ നിലമ്പൂർ അമൽ കോളേജിൽ വെച്ച് നടത്തി. അതിന് കുറച്ച്, കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സംഭവം, ചെയ്ത് പരിചയമൊന്നുമില്ല. എന്നാൽ പോലും ഞങ്ങളത് അതിന് ചെയ്ത് പരിചയമില്ലാത്ത കൊണ്ട് തന്നെ ചിലപ്പോൾ ന്യൂനതകളൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും ഒരു 10,000-ലധികം വരുന്ന വിദ്യാർത്ഥികളും ഒരു 250-ലധികം വരുന്ന കമ്പനികളും ഒരേ പ്ലാറ്റ്ഫോമിനകത്ത് കൊണ്ടുവന്ന് കുട്ടികളെ ലിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് 4,000-ഓളം വരുന്ന ആളുകൾ ജോബ് ഫെയറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 2,000-ഓളം ആളുകൾ പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ സാധിച്ചു, അവരുടെ യോഗ്യതക്കനുസരിച്ച് വിവിധ കമ്പനികളിൽ. അപ്പോൾ ഞങ്ങൾ കമ്പനിക്കാരോട് ചോദിച്ചു, എന്താണ് ഈ ഇത്രയധികം ആളുകൾ വന്നിട്ട് നിങ്ങൾ ജോലി കൊടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, മലപ്പുറത്തെ കുട്ടികളൊക്കെ A+ വാങ്ങാൻ മിടുക്കരാണ്, പക്ഷേ ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന ഒരു ബാലപാഠങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ കുറവാണ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ അത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏകദേശം 75ഓളം വരുന്ന കമ്മിറ്റികളുടെ ചെയർപേഴ്സണാണ്. ഈ റൂമിനകത്ത് ഇരുന്നു കൊണ്ട് ഒരുപാട് ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ട്. ഒരു രസകരമായൊരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ, സബ് കളക്ടർ ഉണ്ട്, ഞാനുണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ജില്ലാ ശുചിത്വ മിഷനിലേക്ക് നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ ഒരു നിസ്സാരമായ ചോദ്യം ചോദിച്ചു. ഈ ശുചിത്വ മിഷൻ വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ കീഴിലാണ്. അപ്പോൾ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പേര് ചോദിച്ചപ്പോൾ
പിണറായി വിജയൻ്റെ പേര് പറഞ്ഞ ഒരു വിദ്യാർത്ഥി, കാരണം M.Tech എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് കഴിഞ്ഞിട്ട്, അപ്പോൾ എന്താ വെച്ചാൽ ജനറൽ നോളജിൻ്റെ കുറവ്, അങ്ങനത്തെ ഒക്കെ പ്രശ്നം. ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ അവർ പഠിച്ച പാഠപുസ്തകങ്ങളിലെ ചോദ്യം ചോദിച്ചാൽ 100% എന്താണ് ഉത്തരം പറയും. പക്ഷെ GK കാര്യത്തിൽ അവയർനെസ് ഇപ്പോഴും കുറവാണ്. അപ്പോൾ അതൊരു പ്രശ്നം നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജോബ് ഫെയർ സംഘടിപ്പിച്ചു, സർക്കാരിൻ്റെ സമാനമായ പദ്ധതികൾ നടക്കുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ ചെറിയൊരു സാലറിക്ക് പോലും ഒരു ഇൻ്റർവ്യൂ നടത്തിൽ ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ മലപ്പുറത്ത് ജോലി കിട്ടാത്തതുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ജോബ് ഫെയറിലൂടെ ഇനിയിപ്പോൾ ഒരു ജോബ് ഫെയർ നമ്മൾ നടത്താൻ പോവുകയാണ്, ഒരു 2 മാസങ്ങൾക്ക് നടത്തും. 2 മാസത്തിനുള്ളിൽ പുതിയ പദ്ധതിയായിട്ടാണ് നിങ്ങൾ ഈ ജോബ് ഫെയർ പറഞ്ഞത്. ഇതുപോലത്തെ പദ്ധതികൾ അത് ചിലത് സോഫ്റ്റ് ആവാം. അപ്പോൾ ഇതൊക്കെ സോഫ്റ്റ് പദ്ധതികളാണ്. അതുപോലെ ഹാർഡ് പദ്ധതികളുണ്ടാവും. നമ്മൾ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ, ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടു പമ്പ് ഹൗസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ഇഷ്യൂ പറയുന്നത്. അപ്പോൾ ഈ പദ്ധതികളിൽ നിങ്ങൾക്ക് നല്ല പ്രഷർ വരും. പക്ഷേ ചില പദ്ധതികൾ നമുക്ക് 2 വർഷം 1 വർഷം എടുക്കുക. അതിൻ്റെ ഒരു ബേസ് കാര്യം തന്നെ ആവും. നമ്മുടെ അതിൻ്റെ ക്ലൈമാറ്റിക് ചേഞ്ച് ഇങ്ങനെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ, അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ പ്രഷറൈസ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഫേസ് ചെയ്യാറ്? ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കൂളുകളും ജില്ലാ പഞ്ചായത്തിൽ വരുന്നത് 100ഓളം വരുന്ന സ്കൂളുകൾ, ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സൂചിപ്പിച്ചപ്പോൾ 6ഓളം വരുന്ന ആശുപത്രികളിൽ, ഏഷ്യയിലെ തന്നെ ക്യാൻസർ കെയർ സെൻറ്റർ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. നമ്മൾ ഓരോ ആശുപത്രികളിലും ജനങ്ങൾക്ക് ആവശ്യമായ, ആശുപത്രിയിൽ ആളുകൾ വരാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം, മികച്ച സൗകര്യങ്ങൾ കിട്ടണം. ആ ആഗ്രഹത്തോടു കൂടി നമ്മൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, നിലവിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ എങ്ങനെ ഒന്നും കൂടി ശക്തിപ്പെടുത്താം, അപ്പം ഇരുന്ന് ചർച്ച ചെയ്യും. ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി, ഞങ്ങൾ വന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഏകദേശം ഒരു 7 നിലയുള്ള 9 നിലയുള്ളൊരു കെട്ടിടമുണ്ട്. ഒരു ഓങ്കോളജി ബ്ലോക്കിന് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തുടക്കം കുറിച്ചൊരു പദ്ധതിയാണ്. അതും കഴിഞ്ഞ് ഭരണസമിതികൾ മാറി മാറി വന്നു. അതിൻ്റെ ഒരു കാരണം ഇതിന് നമ്പർ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അത് പ്രവർത്തനം തുടങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം അതിന് ഒരുപാട് നൂലാമാലകളാണ്, ആ നൂലാമാലകൾ. അപ്പം ഞങ്ങളിങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വനിതയാണ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു വനിതയാണ്. ഒരു ദിവസം ഞങ്ങളിങ്ങനെ തിരൂരിൽ നിന്ന് പോരുമ്പോൾ ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മീറ്റിംഗ് കൂടിയത് ഈ ഓങ്കോളജി ബ്ലോക്ക് എങ്ങനെ തുറക്കണം എന്നുള്ളതിനാണ്. ഇവിടെ ഇരുന്നിട്ട് തിരൂരിൽ ഇരുന്നിട്ട് ഒരു ദിവസം ഓരോ ദിവസം മീറ്റിംഗ് കഴിയുമ്പോഴും ഈ എന്താണ് പണ്ടൊരാൾ പറഞ്ഞ മാതിരി നൂലിങ്ങനെ കൂടുതൽ അതിങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് ഇവര് പറഞ്ഞു അല്ല, ഈ സാങ്കേതികത്വങ്ങൾ, അത് ഫയറിന്റെ NOC കിട്ടാനുള്ള സാങ്കേതികത്വം. അപ്പൊ ആ ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഇതുണ്ടാക്കിയത് PWD ബിൽഡിങ്സ് വിഭാഗമാണ്. അപ്പൊ ബിൽഡിങ്സ് വിഭാഗം ഒരുപാട് അപാകതകളുണ്ട്. ആ അപാകതകൾ പരിഹരിക്കാൻ ഞങ്ങൾ ഏകദേശം 5 കോടിയോളം രൂപ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറെ വിഭാഗങ്ങളാണ്, ഇലക്ട്രിക്കൽ വിഭാഗം, ഫയർ അല്ല അതല്ല. അപ്പൊ അത് നമ്മൾ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഇവരെല്ലാവരും വിളിക്കും. PWD ഇലക്ട്രിക്കൽ വിങ്, സിവിലിന് വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ PWD ബിൽഡിങ്സ് വിളിക്കും, നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം അവിടുത്തെ സൂപ്രണ്ടിനെ വിളിക്കും, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി വിളിക്കും, ഇവിടുത്തെ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ. ഒരു ദിവസം ഞങ്ങളിങ്ങനെ അവിടെ എന്തോ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നോട് പറഞ്ഞു, ആളുകൾ പറയുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വനിതയാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു വനിതയാണ്, ഇതൊന്നും നടക്കൂല. 2 വനിതകൾ ഇവിടെ പുരുഷന്മാരിരുന്നിട്ട് നടക്കാത്തൊരു കാര്യം ഇനിയിപ്പോൾ 2 വനിതകൾ നടത്തേ, അതൊന്നും നടക്കൂല. അപ്പം ഞാനാണെങ്കിലോ ഈ ടെൻഷൻ ആലോചിച്ചിരിക്കുകയാണ്. ഇതാണെങ്കിൽ ഓരോ ദിവസം മീറ്റിംഗ് കൂടുമ്പോൾ നമ്മളിത് ഇങ്ങനെ പരിഹരിക്കും എന്നുള്ള അതിൽ, പക്ഷെ ഇത് ദിനേന ഇത് കൂടി വരികയാണ്. എങ്ങനെയായാലും ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ സാധിക്കൂല. ചിലപ്പോൾ ഈ ഭരണസമിതിയുടെ കാലത്തൊന്ന് ആലോചിച്ച് വരുമ്പോൾ ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ആളുകൾ പറഞ്ഞു, എന്നാൽ നമുക്കതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കണം, നമുക്കത് തുറന്ന് കാണിച്ചു കൊടുക്കണം. ഇപ്പം അതിനുള്ള പരിപാടിയിലാണ്. ഒരു ജൂൺ 1 വാരത്തോടു കൂടി നമ്മൾ ആ ബ്ലോക്ക് തുറക്കാൻ പോവുകയാണ്. നമുക്ക് ഉറപ്പാണ്, നമ്പർ കിട്ടും. ഞങ്ങൾക്ക് അതിന്റെ ഫയറിന്റെ NOC ആയിരുന്നു തടസ്സം. ഫയറിന്റെ NOC ഒരു പിന്നെ ഇപ്പൊ വന്ന് പരിശോധന ഒക്കെ കഴിഞ്ഞു. അതിന്റെ പേപ്പർ തിരുവനന്തപുരത്ത് അയച്ചിട്ട് അവിടുന്ന് NOC കിട്ടിക്കഴിഞ്ഞാൽ ഒക്യുപ്പൻസി തരും ഒരു മുനിസിപ്പാലിറ്റി. അപ്പം NOC കിട്ടിയിട്ടാണ് ഒരു മീറ്റിംഗ് വിളിക്കാൻ. അത് കഴിഞ്ഞാൽ മിനിസ്റ്ററുടെ ഡേറ്റ് കിട്ടിയിട്ട് ഉദ്ഘാടനം. അപ്പം അത് നമ്മുടെ ഏറ്റവും വലിയൊരു ഞങ്ങളുടെ മുമ്പിലുള്ള വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ചില സാങ്കേതികം പണ്ടൊരാൾ പറയല്ലോ, എന്താണ് കപ്പല് തൊണ്ട് തടഞ്ഞും കപ്പൽ നിൽക്കും എന്നൊക്കെ പറയല്ലോ. ഇതേപോലെ ചെറിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത് ഇങ്ങനെ നടത്താൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പം അതിനൊക്കെ
സാങ്കേതികത്വങ്ങളൊക്കെ മറികടന്നുകൊണ്ട് അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പോകുന്നു. ഏകദേശം 98% അല്ലെങ്കിൽ 99% ഫണ്ടുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞു. ഇനി ഒരു ഫണ്ട് അലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏത് പദ്ധതിക്ക് വേണ്ടിയിട്ടാവും ഉപയോഗിക്കുന്നുണ്ടാവുക? അങ്ങനെയല്ല, സർക്കാർ ഫണ്ട് തരുമ്പോൾ നമുക്കിപ്പോൾ 100 കോടി നമ്മുടെ ബഡ്ജറ്റിൽ വരുമ്പോൾ 23 കോടി റോഡ്, അപ്പോൾ റോഡ് മെയിൻ്റനൻസിന് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. നോൺ റോഡിനൊരു 37 കോടി. അത് നോൺ റോഡ് പറഞ്ഞാൽ നമ്മുടെ വിട്ട് കിട്ടിയ സ്ഥാപനങ്ങളുടെ മെയിൻ്റനൻസ് കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുക. വനിതക്ക് ഇത്ര ശതമാനം, അത് വനിതാ ഘടക പദ്ധതിയിലുള്ള പ്രൊജക്റ്റുകൾ വിഭാവനം ചെയ്യണം. ഭിന്നശേഷിക്കാർക്ക് മാറ്റിവെക്കണം, വയോജനങ്ങൾക്ക് മാറ്റിവെക്കണം. അങ്ങനെ ഓരോ അല്ല അങ്ങനെ അപ്പോൾ നമ്മൾ ഭിന്നശേഷി സൗഹൃദം എന്നൊരു മലപ്പുറത്തെ മലപ്പുറം ആക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബഡ്സ് സ്കൂളുകൾ അത് ഗ്രാമപഞ്ചായത്ത് ഉണ്ടാക്കണമെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർമാർ വീതം കൊടുക്കുന്നുണ്ട്. സ്വന്തമായിട്ട് നമ്മൾ ബഡ്സ് യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വിദ്യാലയങ്ങളിലൊക്കെ അഡീഷണൽ ക്ലാസ് മുറികൾ, സർക്കാർ ഓഫീസുകളോ, സർക്കാർ ഓഫീസ് പറ്റും, നമ്മുടെ HMന്റെ റൂം, അതുപോലെ ഇന്നിപ്പോൾ നിങ്ങൾ ഒരു പ്രൈവറ്റ് പിന്നെ സ്കൂളിൽ പോയാൽ എങ്ങനെയായിരിക്കും ഒരു പ്രിൻസിപ്പൽ റൂം, HM റൂം, സ്റ്റാഫ് റൂമൊക്കെ ഇതേപോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോ ഡിവിഷൻ മെമ്പർമാരും അവർക്ക് കൊടുക്കുന്ന ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കുക. 32 ഡിവിഷൻ മെമ്പർമാർ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. കളിക്കളങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കാരണം കായികപരമായിട്ടുള്ള ഒരു തലമുറയെ നമ്മൾ ഉണ്ടാക്കണം, ആരോഗ്യപരമായൊരു വാർത്തെടുക്കണം. അപ്പം അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ വിദ്യാലയങ്ങളിൽ കൊടുക്കുന്നു. ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ പദ്ധതികളാണ് ഈ 5 വർഷത്തിൽ ചെയ്തിട്ടുള്ളത്? ആരോഗ്യ മേഖലയിൽ 6 ഹോസ്പിറ്റലുകളാണുള്ളത്. അതിൽ 3 അലോപ്പതി ഹോസ്പിറ്റലുകളാണുള്ളത്. 3 ഹോസ്പിറ്റലുകളിലും 2 ഹോസ്പിറ്റലുകളിൽ നമ്മൾ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, അതായത് പുറത്തുള്ള നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാൾ മികച്ച ഓപ്പറേഷൻ തിയേറ്ററുകൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അതുപോലെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പെരിന്തൽമണ്ണയും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ ഹോസ്പിറ്റലിലും ജില്ലയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ജില്ല അറിയപ്പെടുന്ന കോട്ടക്കൽ ആയുർവേദശാല എന്നുള്ളത് ഭയങ്കര ഫെയിമാണ്. ആരോഗ്യതലത്തിൽ നമുക്ക് ഒരു ജില്ലാ ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട്. വളവന്നൂർ ഒരു ജില്ലാ ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട്. നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് അവിടെ സാധാരണ ഒരു ജനറൽ വാർഡ്, അതിനപ്പുറത്തേക്ക് അവിടെ കൂടുതൽ ഫെസിലിറ്റീസ് കുറവായിരുന്നു. നമുക്ക് കിട്ടിയതിനനുസരിച്ച് അവിടെ ഒരു ജെറിയാട്രിക് വാർഡ് നമ്മൾ ആരംഭിച്ചു. 65 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പൂർണ്ണമായി സൗജന്യ ചികിത്സ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതുപോലെ അവിടെ ഒരു പേവാർഡ് ആരംഭിച്ചു. അപ്പം നമുക്ക് കൂടുതൽ ആളുകൾ അതിലേക്ക് ആകർഷിക്കും. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് വഴി അവിടെ ഒരു 4-5 ഡോക്ടേഴ്സിന് നമുക്ക് കിട്ടി. ഒന്ന് നമുക്ക് സ്കിന്നിൻ്റെ ആയിരുന്നു. സ്കിന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ സൗന്ദര്യം വർധന ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ക്ലിനിക്ക് ലാബ് നമ്മളവിടെ ആരംഭിച്ചു. അല്ല, നമ്മൾ ഈ വർഷത്തെ 2023 അതിൻ്റെ ഒരു തുടക്കം. നമ്മൾ അപ്പോൾ അവിടെ ഫേഷ്യൽ മുതൽ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്ന രീതിയിലേക്ക് അങ്ങനെയും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഫാർമസിയിൽ നമുക്ക് കൃത്യമായി മരുന്ന് കൊടുക്കാനുള്ള സംവിധാനം അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു, അങ്ങനെ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അവിടെ ലാബ് ഉണ്ടായിരുന്നില്ല, അത് നമ്മൾ കൊണ്ടുവന്നു. ഇപ്പം നമുക്കൊരു ക്യാൻസർ ഹോസ്പിറ്റൽ വണ്ടൂരുണ്ട്. അപ്പം അവിടെ നമ്മളിതുപോലെ പേവാർഡ് കൊണ്ടുവന്നു. പിന്നെ AC ഒക്കെ വെച്ച നല്ല ഒരു റൂമുകളാക്കിയിട്ട് അങ്ങനെ വെച്ചു. സ്വാഭാവികമായും ഏറ്റവും അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഈ ക്യാൻസർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഹോമിയോപ്പതിയിലേക്ക് നീങ്ങുന്നത്. പക്ഷെ ഇത് ജനങ്ങൾക്ക് അവബോധം നൽകിക്കൊണ്ട് തുടക്കത്തിലെ അവിടുന്ന് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോകുന്നുണ്ട്. അവിടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓൺലൈനിലൂടെ രോഗിയെ പരിശോധിക്കുകയും മരുന്ന് പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ ഓൺലൈൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പല PH സെൻ്ററുകളുടെ മുമ്പിലൂടെയും പോകുമ്പോൾ നീണ്ട ക്യൂ ആണ് കാണുക. ഇത് സോൾവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഇപ്പോൾ വിർച്വൽ ക്യൂ മോഡൽ അല്ലെങ്കിൽ വിർച്വൽ ബുക്കിംഗ്, ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് അവിടെ ആ സമയത്ത് ചെല്ലുക, അങ്ങനത്തെ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ പ്ലാനിങ് ഉണ്ടോ? തിരൂർ ജില്ലാ ആശുപത്രിയിൽ അതുണ്ട്, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അതുണ്ട്. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോയി കാർഡെടുത്ത് പിന്നെ കാണിക്കാൻ. പക്ഷേ ജനങ്ങൾ അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കിട്ടുമെന്നുള്ളൊരു ധാരണയാണ്. ആ ധാരണ മാറ്റി
നമുക്ക് വീട്ടിലിരുന്ന് മൊബൈലിൽ കൂടി തന്നെ നമുക്ക് OP ടിക്കറ്റ് എടുക്കാവുന്നു. അതവിടെ പോയി പൈസ അടച്ചാൽ ആ ടിക്കറ്റ് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് ഈ ന്യൂ ജനറേഷന് ഒക്കെ അറിയുണ്ടാവും. പക്ഷെ ജനങ്ങൾക്കതൊരു ക്യൂ നിന്നാലേ കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണ അത് മാറ്റിയെടുക്കാൻ സമയമെടുക്കും. അത് ആയുർവേദ ഹോസ്പിറ്റലിൽ, അതുപോലെ ഹോമിയോ ഹോസ്പിറ്റലിൽ, തിരൂർ ജില്ലാ ആശുപത്രിയിൽ, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒക്കെ ഉണ്ട് അങ്ങനെ ഓൺലൈനിലൂടെ. ജനങ്ങൾ അറിഞ്ഞു വരുന്നുള്ളൂ. അതോടൊപ്പം അവിടെയുള്ള സ്റ്റാഫും അതിലേക്ക് ആയി വരുന്നുള്ളൂ. കാരണം നമുക്കറിയാലോ, പെട്ടെന്ന് സംവിധാനത്തിലേക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അതിലേക്ക് ആയി വരാൻ സമയമെടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും നമ്മൾ മാറി വരുമ്പോൾ ചേഞ്ചിലേക്ക് എത്താൻ സമയമെടുക്കും. ജില്ലയിൽ തന്നെ പല സ്കൂൾ സിലബസുകളുണ്ട്. CBSE, ICSE, സർക്കാർ സ്കൂളുകൾ എല്ലാം ഉണ്ട്. സർക്കാർ സ്കൂളുകളിൽ കിട്ടുന്ന ഫെസിലിറ്റിയും ഈ ജില്ലയിൽ കിട്ടുന്ന ഫെസിലിറ്റിയും നിങ്ങളൊരു താരതമ്യത്തിൽ അതെങ്ങനെയാണ്? നമ്മളെ കുട്ടികൾ പിറകിലാണോ? അങ്ങനെ അല്ല. നമ്മളിപ്പോൾ റിസൾട്ടുകളൊക്കെ വരുമ്പോൾ 100% വിജയിക്കുന്ന വിദ്യാലയങ്ങൾ സർക്കാർ വിദ്യാലയങ്ങളുണ്ട്. പ്രൈവറ്റ് സ്കൂളുകളാണുമ്പോൾ ഒരു 28-30 കുട്ടികളെ നന്നായി പഠിപ്പിച്ച് അവരെ മാത്രം ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്കിരുത്തുകയും അവരെ വിജയിപ്പിച്ചെടുക്കുന്ന ഒരു റിസ്ക്കുള്ള കാര്യമല്ല. കാരണം സ്വാഭാവികമായ അത്തരം രക്ഷിതാക്കളും കുട്ടികളും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരും അതിന് മെനക്കെടുമ്പോൾ നേരെ മറിച്ച് ചില ഗവൺമെൻറ് ഹൈസ്കൂളുകളിൽ 400-500 കുട്ടികൾ പഠിക്കുന്ന SSLC പരീക്ഷ എഴുതുന്നവരുണ്ട്. അവരെ 500 പേരെയും വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വിജയബേരിയെ പോലത്തെ ഒരു പദ്ധതി വെച്ചിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈ വിജയബേരി തുടങ്ങുന്നത് 8ാം ക്ലാസ് എന്നാണ്. 8-9 ക്ലാസ്സുകളിലാണ്. മുൻ ക്ലാസ്സുകളിൽ അതല്ലെങ്കിൽ LP വിഭാഗത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അതിപ്പോ കഴിഞ്ഞ വർഷം മുതൽ DPC അല്ലേ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിജയബേരി വിജയ സ്പർശം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി ഉണ്ട്. അത് 2ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് 7ാം ക്ലാസ് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അവർക്ക് പ്രത്യേക കോച്ചിങ് കൊടുത്തുകൊണ്ട് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, VHC പറ്റുള്ളൂ. 8ാം ക്ലാസ് വരെ നമുക്ക് 7ാം ക്ലാസ് വരെ നമുക്ക് ഫണ്ട് വെക്കാൻ സാധിക്കില്ല. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ അധ്യാപകർക്ക് പ്രത്യേക കോച്ചിങ് കൊടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകളെ കൊണ്ടും ബ്ലോക്ക് പഞ്ചായത്തുകളും അതിലേക്ക് ഫണ്ട് വെച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റികളൊക്കെ ഫണ്ട് വെച്ചുകൊണ്ട് 2ാം ക്ലാസ്സിൽ തൊട്ട് തന്നെ വിജയബേരി വിജയസ്പർശം എന്ന് പറയുന്ന പദ്ധതി കഴിഞ്ഞ വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആരോഗ്യം വിദ്യാഭ്യാസമൊക്കെ ഡിസ്കസ് ചെയ്ത്, അപ്പോൾ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മനുഷ്യന് മാനസികാരോഗ്യം നിലനിർത്തുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രൊജക്റ്റുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ? അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ അങ്ങനെ ഒരു ഏറ്റെടുത്തിട്ടില്ല. നമുക്ക് എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ പിന്നെ മാർഗരേഖയും നമ്മൾക്കും തമ്മിലൊരു പ്രശ്നമുണ്ടല്ലോ. പക്ഷെ നമ്മുടെ ആശുപത്രികളിലൊക്കെ യോഗ പരിശീലനം നേരത്തെ പിന്നെ രാവിലെ കൊടുക്കുന്നുണ്ട്. ഒരു മാനസിക ഉല്ലാസം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ മാനസിക പ്രശ്നങ്ങളൊക്കെ എല്ലാവരും നേരിടുന്നത്. കുടുംബപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിരിക്കാം. അപ്പം അങ്ങനെ ഒരു കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങി അതിലേക്ക് ആളുകൾ അത് ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ അത് ഇപ്പോൾ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റി അവിടേക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ സർക്കാരിൻ്റെ തന്നെ ഇതുപോലത്തെ പദ്ധതികളൊക്കെ ഉണ്ട്. ഇങ്ങനെ സൈക്യാട്രി, OP ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കും അത്ര ഡോക്ടേഴ്സ് നമ്മുടെ ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ ആളുകൾ വന്ന് ഒരു പ്രത്യേക ഒരു ക്ലിനിക്കായിട്ട് നമുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികൾ രാവിലെ 7 മണി മുതൽ സ്കൂളുകൾക്ക് പോകാൻ റെഡിയാവുകയാണ്. സമയത്ത് ചിലപ്പോൾ പാരൻസ് ബിസിയാവും, കുട്ടികളെ ഗേറ്റിന് മുമ്പിലാക്കും. ഈ ഒരു മഴക്കാലം സ്റ്റാർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ആ ഒരു കുറച്ച് സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെരുവ് നായ ശല്യം ഭയങ്കര രൂക്ഷമാണ്. ജനങ്ങൾക്ക് എല്ലാവരും ഇപ്പോൾ FB എടുത്ത് നോക്കുകയാണെങ്കിലും വേറെ ഏത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ നിയമങ്ങൾ കാരണം അതിങ്ങനെ പ്രശ്നമാണെന്നുള്ളത് പലരും പറയുന്നത്. നായനെ കല്ലെടുത്ത് പറഞ്ഞാൽ പോലീസ് പിടിക്കുമെന്ന് പറയും, ചിലർ കൊന്നാ പ്രശ്നമാണെന്ന് പറയും. അപ്പോൾ ഈ ഒരു തെരുവുനായ ശല്യം ശരിക്ക് ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്താണ് മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡ്. രാത്രി അവിടെ പോയാൽ ഫുള്ള് നായ്ക്കളാണ്.
എങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്? ഇത് ശരിക്കും വലിയൊരു പ്രശ്നമല്ലേ? ഇത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ആനിമൽ ബർത്ത് കൺട്രോള് ABC എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. ജില്ലാ പഞ്ചായത്തുകൾക്കാണ് ചുമതല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജില്ലാ പഞ്ചായത്തുകൾക്ക് ഒരു ABC കേന്ദ്രം ഉണ്ടാക്കണമെങ്കിൽ സ്വന്തമായിട്ട് എന്ത് വേണം? സ്ഥലം വേണം. നമുക്കുള്ളത് നമുക്ക് ആശുപത്രികളും സ്കൂളുകളും കുറച്ച് ഫാമുമാണ്. ഒന്ന് കൃഷി വകുപ്പിൻ്റെ കീഴിൽ നമുക്ക് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അനുമതി മാത്രമാണ് ഇവിടെയൊക്കെ തന്നിട്ടുള്ളത്. കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള കൃഷി ഭൂമി നമുക്ക് വിട്ട് കിട്ടൂല. അപ്പോൾ നമ്മൾ ഇതുപോലെ 94 പഞ്ചായത്തും 12 മുനിസിപ്പാലിറ്റിക്കാരൊക്കെ വിളിച്ച് സ്ഥലം നിങ്ങളെ ലഭ്യമാക്കി തരികയാണെങ്കിൽ ABC കേന്ദ്രം തുടങ്ങാം. കാരണം തുടങ്ങി നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം, സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ മുമ്പ് ഞാനിപ്പോൾ കളക്ടറേറ്റിൽ മീറ്റിങ്ങിലാണ് പോയത്. GGMA ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി, അതിലേക ഒരു ജനപ്രതിനിധി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഞാൻ കളക്ടറോട് പറഞ്ഞു, ഇവിടെ പെരുവള്ളൂരിൽ ഇപ്പോൾ ഒരു കുട്ടി മരണപ്പെട്ട സംഭവം, നമുക്ക് ഇഷ്ടംപോലെ റവന്യൂ ഭൂമി നമ്മുടെ ജില്ലയിലുണ്ട്. ഏതെങ്കിലും ഒരു റവന്യൂ ഭൂമി ഇതിന് വേണ്ടി അനുവദിച്ച് തരികയാണെങ്കിൽ നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ ഈ കേന്ദ്രം തുടങ്ങാനൊക്കെ, നമ്മളത് ചെയ്യും. അപ്പോൾ അനുവദിച്ച് തരാം എന്ന് ഇന്ന് DDMA യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന് അത് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നടപടി സ്വീകരിക്കാൻ പറ്റുക. മറ്റത് പഞ്ചായത്തുകൾക്ക് വലിയ ബാധ്യതയാണ്. ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് എന്താ വെച്ചാൽ പട്ടി കടിച്ച് ഒരാൾ കേസ് കൊടുത്താൽ പട്ടി കടിച്ചതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് പഞ്ചായത്തിന് ലഭ്യമാകുന്ന പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുക്കണമെന്നാണ്. അപ്പോൾ ഒരു 10 പട്ടി കടിച്ചാൽ പഞ്ചായത്തിന് സർക്കാർ കൊടുക്കണം പൈസ മുഴുവൻ പട്ടി കടിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് തദ്ദേശ സ്വയംഭരണ സമയം എല്ലാവരും ഒറ്റക്കെട്ടായി ജനങ്ങൾക്ക് അതിൻ്റെ അവയർനെസ് കൊടുക്കണം. ജനങ്ങൾക്ക് പേടിയാണ്. ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ABC കേന്ദ്രം വരിക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ ഈ ധാരണ ഇവിടെ ആകെ പ്രശ്നക്കാരും നാട്ടിലത്തെ എല്ലാ പട്ടികളെയും കൊടുന്ന് ഇവിടെ ഇടും, അങ്ങനെ പ്രശ്നമാണ്. ഇത് അതല്ല. ഇത് ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഇപ്പോൾ എൻ്റെ പഞ്ചായത്ത് പുലാമന്തോളാണ്. പുലാമന്തോളിലത്തെ കുറച്ച് പട്ടികളെ പിടിച്ച് ഈ കേന്ദ്രത്തിലേക്ക് കൊടുന്നിട്ട് സർജറി കഴിഞ്ഞ് 3 ദിവസം അതിനെ പാർപ്പിച്ച് അതിനെ സുഖമാക്കി കഴിഞ്ഞ് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് വിടുകയാണ്. അല്ലാതെ ആ പട്ടിനെ വേറെ ഒരു പഞ്ചായത്തിൽ കൊണ്ടുപോയി വിടുന്നില്ല. അപ്പം അതുകൊണ്ട് കൊണ്ടുവന്ന പട്ടിനെ അതേ പഞ്ചായത്ത്, അത് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ്. പക്ഷെ പട്ടി കടിച്ച് ആദ്യം വിളിക്കുക നമ്മളൊക്കെ തന്നെ ആയിരിക്കും. ഭയങ്കര പ്രശ്നമാണ് ഇത് ജനങ്ങൾ പറയും. പക്ഷെ ഒരു കേന്ദ്രം അങ്ങോട്ട് വരുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ കേന്ദ്രം വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ തമാശ രൂപത്തിലാണെങ്കിൽ കളക്ടർ പറഞ്ഞു കേന്ദ്രത്തിൻ്റെ ABC എന്നൊക്കെയുള്ള പേര് നമുക്ക് മാറ്റണം. കാരണം MCF ABC എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് എന്തോ ഒരു വലിയൊരു സംഭവം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ 3 അക്ഷരമുള്ള സാധനം മാറ്റിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പേരാക്കി മാറ്റാം. എന്തായാലും പോസിറ്റീവായിട്ടാണ് കളക്ടർ മറുപടി പറഞ്ഞത്. സ്ഥലം ലഭ്യമായാൽ അവിടെ ജില്ലാ പഞ്ചായത്ത് കേന്ദ്രം തുടങ്ങും. പദ്ധതിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ 5 വർഷം ഓൾമോസ്റ്റ് തീരാറായി. നിങ്ങളെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു 5 വർഷത്തിൽ ഇനി മലപ്പുറം ജില്ലയ്ക്ക് ഇന്നൊരു സാധനം മിസ്സിംഗ് ആണ്, ഈ ഒരു സാധനം ഇവിടെ ഉണ്ടായാൽ നന്നാവും, അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഇങ്ങനൊരു ഫെസിലിറ്റി മലപ്പുറം ജില്ലയിൽ ഉണ്ടായാൽ, ജില്ലാ പഞ്ചായത്തിന് കീഴിലുണ്ടായാൽ കൂടുതൽ ജനങ്ങൾക്ക് ഉപകരിക്കും എന്ന് തോന്നിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? ഒരു പദ്ധതി ഞങ്ങൾ വരുമ്പോഴുള്ള ഒരു വലിയൊരു പദ്ധതിയായിരുന്നു. നമ്മളെ ജില്ലയിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് IASലേക്ക് ഈ IAS എന്ന പദവി വരുന്ന ഒരുപാട് കുട്ടികളെ വാർത്തെടുക്കണം. അതിന് നല്ല ജില്ലയിൽ തന്നെ ആസ്ഥാനത്തൊരു ലൈബ്രറി, ഒരു അത്യാധുനിക സംവിധാനം, ഇപ്പോൾ AI മോഡലാണല്ലോ, അപ്പോൾ ആ ഒരു സംവിധാനത്തോടു കൂടി നല്ലൊരു ലൈബ്രറി സ്ഥാപിക്കണം. അപ്പോൾ ഇവിടെ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് റവന്യൂ ഭൂമിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ നമുക്ക് ലഭ്യമാക്കി തന്നിട്ടില്ല. അതാണ് അത് വന്നു കഴിഞ്ഞാൽ മലപ്പുറത്തെ കുട്ടികൾക്ക് ഒരു ലൈബ്രറിയുടെ, ഇപ്പൊ പല സ്ഥാപനങ്ങളിലാണ് ലൈബ്രറിയുടെ, ജില്ലാ ആസ്ഥാനത്ത് ലൈബ്രറി ഉണ്ടാവും. ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും 24 hours ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ലൈബ്രറിയുടെ ഫെസിലിറ്റി ഉണ്ട് പറയില്ല. അപ്പം അതേ രീതിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചാൽ വരുന്ന ഭരണസമിതി അത് പൂർത്തീകരിച്ചുള്ളൂ. അതാണിപ്പോൾ ഒരു ആഗ്രഹിച്ചത് നടക്കാതെ പോയി എന്ന് ഞങ്ങളുടെ ഒരു മനസ്സിലുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണെന്ന് എൻ്റെ ഓർമ്മ. നമ്മളൊക്കെ എക്സാംസ് എഴുതിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഇവിടെ ക്ലാസ് ഉണ്ടാവാറുണ്ട് IASന് വേണ്ടിയിട്ടുള്ള. ആ പദ്ധതിക്ക് നിലവിലുണ്ടോ? ഇല്ല, അത് എനിക്ക് തോന്നുന്നു 2010-15 സുഹറ മമ്പാടിന്റെ ഭരണസമിതിയുടെ കാലത്തായിരുന്നു. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, മാർഗരേഖ ഒരു പ്രശ്നമാണല്ലോ. മാർഗരേഖ ഇല്ലാത്ത പദ്ധതി വരുമ്പോൾ ഓഡിറ്റ് വരും. പിന്നെ ആ ഒരു പിന്നീട് തുടർന്ന് മുന്നോട്ട് പോയിട്ടില്ല.
പക്ഷെ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വന്നപ്പോൾ നമ്മൾ നൂതന പദ്ധതിയായിട്ട് ഒരു വിങ്സ് മലപ്പുറം, അതിൻ്റെ പേരങ്ങനെയാണ് ഇട്ടത്. അത് നമ്മൾ ഏകദേശം 1500 വിദ്യാർത്ഥികൾ, നമ്മൾ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിലൊക്കെ 5000-ഓളം വിദ്യാർത്ഥികൾ വരും സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് രജിസ്റ്റർ ചെയ്ത് അതിലൊരു എക്സാം നടത്തി ഒരു 60% മാർക്ക് സ്കോർ ചെയ്ത് കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ചിട്ട് പരിശീലനം കൊടുത്തിരുന്നു. 1 മാസമൊക്കെ കൊടുക്കും. അങ്ങനെ 3 വർഷം തുടർച്ചയായിട്ടുള്ള പദ്ധതിയാണ്. ഏകദേശം ഒരു 1000-ഓളം വരുന്ന വിദ്യാർത്ഥികളെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞങ്ങൾക്ക് ഹയർ സെക്കൻഡറി അങ്ങോട്ട് പിന്നെ ചെയ്യേണ്ട കാര്യമില്ല, റോളില്ല. പക്ഷെ എന്നാലും അതൊരു ഇന്നോവേറ്റീവ് പ്രോജക്റ്റായിട്ട് ഏറ്റെടുത്ത് വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, കാരണം മലപ്പുറത്ത് നിന്നുള്ള ഒരുപാട് ആളുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്, പക്ഷെ ഒരു പ്രോജക്റ്റിലൂടെ ഒരുപാട് ആളുകളെ കൊണ്ടെത്തിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല കുട്ടികൾക്കും ഉണ്ടാവുന്ന കൺഫ്യൂഷനാണ് 10 കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ 11th 12th കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഇത് പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ രീതിക്കാവില്ല നമ്മൾ കാര്യങ്ങൾ നടന്നു പോവുക. പക്ഷേ ഒരു പ്രോപ്പർ കരിയർ ഗൈഡൻസ്, അതല്ലെങ്കിൽ 8ാം ക്ലാസ് മുതലെങ്കിലും കുട്ടികൾക്ക് കിട്ടുന്ന രൂപത്തിൽ അധ്യാപകർക്കോ അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നേരിട്ടിട്ടോ, അതായത് ജില്ലാ പഞ്ചായത്ത് നേരിട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും കരിയർ ഗൈഡൻസ് പ്രോഗ്രാംസ് ഉണ്ട്? വിജയബേരിയുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. വിജയബേരിയുടെ ഭാഗമായിട്ട് കരിയർ ഗൈഡൻസ് പ്രോഗ്രാം അധ്യാപകർക്ക് കൊടുക്കുന്നുണ്ട്, ഓരോ സ്കൂളിലും വിദ്യാർത്ഥികൾ കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ വിദ്യാലയം തന്നെ PTA നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. എല്ലാ സ്കൂളിലും കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു അധ്യാപകന് ചാർജ് കൊടുത്തിട്ടുണ്ട്. ഹയർ സെക്കൻഡറി തലത്തിലുണ്ട്. ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിട്ട് ആ കുട്ടിയുടെ അഭിരുചി കണ്ടെത്തിയിട്ട് ആ കുട്ടിയെ ഏത് മേഖലയിലേക്ക് വിടണം. കാരണം ചിലപ്പോൾ ഞാനൊരു രക്ഷിതാവാണ്. അപ്പം എൻ്റെ ഒരു ആഗ്രഹക്കാരൻ എൻ്റെ കുട്ടി സയൻസ് ഗ്രൂപ്പ് എടുക്കണം, നീറ്റ് എക്സാം എഴുതണം, എന്നിട്ട് MBBS ചേർത്തണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അതുപോലെ എല്ലാ രക്ഷിതാക്കളുടെ ആഗ്രഹമാണ്. പക്ഷേ ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആ പാഷൻ ആ കുട്ടിക്ക് ഇതൊന്നും ആയിരിക്കില്ല. കുട്ടിക്ക് ചിലപ്പോൾ നല്ലൊരു കാർഷിക മേഖലയിലേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അധ്യാപികയാകണം എന്നായിരിക്കും ആഗ്രഹം. അല്ലെങ്കിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപരിപഠനത്തിന് ഒരുപാട് സാധ്യതകളുണ്ടല്ലോ. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പകുതി ആളുകളുടെ ജോലി പോകുമ്പോൾ പക്ഷെ കുറേ ആളുകൾക്ക് AI വലിയ സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് സാധ്യതകളുടെ ലോകത്താണ് കുട്ടികളുള്ളത്. അപ്പോൾ കുട്ടികളെ നിർബന്ധിക്കേണ്ട, കുട്ടികളുടെ ഉള്ളിലുള്ള ആ പാഷൻ മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിയെ ഏത് മേഖലയിലേക്ക് വിടണമെന്ന് ഇന്ന് എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും പിന്നെ ഈ കരിയർ ഗൈഡൻസിന് ഒരു സെല്ല് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു അധ്യാപകന് ചാർജ് ഉണ്ട്. ആ രീതിയിൽ കുറെ കൊടുക്കുന്നുണ്ട്. അതിന് വിലയിരുത്താറുണ്ട്. കാരണം പല കുട്ടികളും നമ്മളോട് ചോദിക്കുക, ഇപ്പോൾ ട്രിഗണോമെട്രി പഠിച്ചാൽ അല്ലെങ്കിൽ A+B² പഠിച്ചാൽ ഞങ്ങൾക്ക് എന്താ കാര്യം എന്നുള്ള ചോദ്യമാണ്. അത് അവർ ജീവിതത്തിൻ്റെ വേറൊരു സ്റ്റേജ്, ഇപ്പോൾ 20 to 25 എത്തിക്കഴിഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടുള്ള ഉപകാരം എന്നുള്ളത്. പിന്നീട് ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിന് പ്രോപ്പറായിട്ട് വിലയിരുത്തുന്നുണ്ടോ നിങ്ങൾ? അതെന്താ വെച്ചാൽ ഇത് ഡിപ്പാർട്ട്മെന്റ്, ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ളതാണ്. അത് പിന്നെ നമ്മൾ അതിനെ വിലയിരുത്താറില്ല. അത് അവിടെ അധ്യാപകർ പിന്നെ ഇവർക്കൊരു പിന്നെ RD ഉണ്ട്, അവരൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു രീതി, നമ്മൾ വിജയബേരിയുടെ ഭാഗമായിട്ട് ഇത് കൊടുക്കണം ആ രീതിയിലാണ്. കാരണം കുറേ കുട്ടികളുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഓരോ കുട്ടിക്കും ഇല്ല ഒരു വിദ്യാലയം ഇത് ചെയ്യട്ടെ, വിജയബേരിയുടെ ഭാഗമായിട്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ നിലവിലെ ഹയർ സെക്കൻഡറി സംവിധാനത്തിൽ അത് ചെയ്യട്ടെ. അത് കൂടാതെ ചില PTA അല്ലെങ്കിൽ ചില അധ്യാപകർ എന്ത് ചെയ്യും, പുറത്തുനിന്ന് ആളെ കൊടുത്തിട്ട് കുട്ടികൾക്ക് ഇങ്ങനത്തെയൊക്കെ കൊടുക്കാറുണ്ട്. ആ രീതിയിൽ കുറേ കുട്ടികൾ ഒരു മോട്ട്. ഇപ്പം ഞങ്ങളൊക്കെ ഒരേ സമയം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നതാണ്. ഇവർ വളവന്നൂർ പഞ്ചായത്ത്, ഞാൻ പുലാമന്തം പഞ്ചായത്ത്. പിന്നെ 2 രീതിയിൽ നിങ്ങൾക്ക് ആ കസേരയിൽ ഇരുന്ന് 5 കൊല്ലം പൂർത്തീകരിക്കാമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞത്. അന്ന് പ്രസിഡന്റുമാർക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം മലപ്പുറത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഇവർക്ക് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഉപ്പ പ്രസിഡന്റ്. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പശ്ചാത്തലമൊന്നുമില്ല. പക്ഷെ ഹസ്ബൻഡ് ഒക്കെ രാഷ്ട്രീയത്തിലുണ്ട്, അത് വിചാരിച്ച് ജനപ്രതിനിധിയായിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിലൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷെ എന്തിനാണ് ഞാൻ ഈ വലിയൊരു കുരിശിനെ തലയിൽ ഏറ്റെടുത്തത്? എനിക്ക് ഉറക്കണ്ടായിരുന്നു രാത്രി. നാളെ ആരാണ് പഞ്ചായത്തിൽ പ്രശ്നം ഉണ്ടാക്കുക? കാരണം ജില്ലാ പഞ്ചായത്ത് പോലെയല്ല ഗ്രാമപഞ്ചായത്ത്. ഒരു ദിവസം ഞാൻ ഗ്രാമപഞ്ചായത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കുട എടുത്തിട്ട് കുറേ ആളുകൾ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലിരിക്കുക. അപ്പം ഞാനും കയറി ചെല്ലുമ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു,
എനിക്ക് അത്ഭുതം തോന്നിയത്. എന്താ ഈ കുടം കൊണ്ടൊക്കെ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ. അപ്പോൾ പറഞ്ഞു വെള്ളം ഇല്ലാത്തതുകൊണ്ട് സമരം ചെയ്യാൻ വന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ കിണറിൽ പോയി വെള്ളം എടുക്കല്ലേ, ഇത് പഞ്ചായത്ത് ഓഫീസിലും ആൾക്കാർ വരുമോ? അപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കുന്നത്. വേറൊരു ദിവസം പഞ്ചായത്ത് ഓഫീസിൽ ഒരുപാട് ആളുകൾ ചോദിച്ചു എന്താ ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ ഇത്ര, കാരണം തുടക്കത്തിൽ അപ്പോൾ മണലിൻ്റെ ക്യൂ ആണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് മണലിൻ്റെ പാസ്, കാരണം പുഴയുടെ തീരത്ത് കിടക്കുന്ന പഞ്ചായത്താകുമ്പോൾ. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മലപ്പുറത്ത് ഒരാൾ ക്ലാസ് എടുക്കുമ്പോൾ അയാൾ പറയാൻ 2 രീതിയിൽ നിങ്ങൾക്ക് പ്രസിഡന്റ് പദവിനെ 5 കൊല്ലം മുന്നോട്ട് പോകാൻ പറ്റും. ഒന്ന്, ഒരു ഡെമ്മി പ്രസിഡന്റായിട്ട് അവിടെ ഇരിക്കുക, വരുന്ന ഫയലിലൊക്കെ ഒപ്പിടുക, കാര്യങ്ങളൊന്നും ചെയ്യാതെ 5 കൊല്ലം പൂർത്തീകരിക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങളിരിക്കുന്ന 5 വർഷം ഒരു അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കി നിങ്ങൾ ഇറങ്ങിപ്പോരുകയാണെങ്കിൽ ആ ഒരു കാലത്ത് ജനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഭരണസമിതി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് ജനങ്ങൾ ഓർക്കും. ആ രീതിയിലും നിങ്ങൾക്ക് ഇറങ്ങിപ്പോരാം. പക്ഷെ എന്നെ സ്ട്രൈക്ക് ചെയ്തത് ആ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റായിരുന്നു. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങനെ വരെ ഒപ്പിടുക അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാൾ പിന്നീടാണ് പഠിച്ചത്. ഇതെന്താണെന്ന് പഠിച്ചത് പിന്നീടാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ കുട്ടികൾക്ക് ഓരോരുത്തരുടെ ക്ലാസ് കേൾക്കുമ്പോൾ ആ ഒരു മേഖലയിലേക്ക് പോകണോ, ഏത് മേഖലയിലേക്ക് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ചിലപ്പോൾ ഒരു ക്ലാസ്സിലൂടെ ആയിരിക്കും. ഒരു ട്രെയിനർ ഏറ്റവും നന്നായി ചെയ്യുമ്പോൾ ആ മേഖലയിലേക്ക് പോകാനാണ് എൻ്റെ പാഷൻ എന്ന് കുട്ടി തിരിച്ചറിയും. പിന്നൊക്കെ എന്താ വെച്ചാൽ കുറെ ആളുകൾ ഇപ്പൊ നമ്മൾ കേൾക്കുന്നില്ല, എഞ്ചിനീയർ പദവിയിലിരുന്ന ഒരാള് അവിടെ നിന്ന് പോകുന്നു, കൃഷിയിടത്തിലേക്ക് പോകുന്നു. അതൊക്കെ പിന്നെ ഓരോരുത്തരെ ഒരു താല്പര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനാണ് പലരും IT മേഖലയിൽ പിടിച്ചു നിന്ന് പോണത്. ഇപ്പോൾ വർക്ക് ലൈഫ്, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, പിന്നെ അതേപോലെ അപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ചെല്ലണം. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് പോണത്? ഒരു പാരന്റാണ്, വൈഫാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോൾ ആ ഒരു ഗ്രാമപഞ്ചായത്തിലൂടെ മാത്രം നമുക്ക് നടന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി, എന്നും ഇറങ്ങണമെന്നില്ല. പക്ഷെ ജില്ലാ പഞ്ചായത്ത് പറഞ്ഞാൽ 94 പഞ്ചായത്ത് വിളിക്കുമ്പോൾ ഇപ്പോൾ മാറഞ്ചേരിയിൽ ഒരു പ്രോഗ്രാമിന് വിളിച്ചാൽ അന്നത്തെ ദിവസം മാറഞ്ചേരി പോയി വരാനുള്ളതേ ഉള്ളൂ. നിലമ്പൂർ ഒരു പ്രോഗ്രാമാണെങ്കിൽ അങ്ങനെ പോയി വരും. അപ്പോൾ ഇന്നലെ ഞാൻ ഫുള്ള് രാത്രി വീട്ടിലെത്തുന്നത് 7:20. പിന്നെ എന്താ വെച്ചാൽ കുടുംബം അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട, ഹസ്ബൻഡ് ഫാമിലിയും ഒക്കെ നമുക്ക് ഫുൾ സപ്പോർട്ട് ആയതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ അവരുടെ സപ്പോർട്ടും ഭരണസമിതി സപ്പോർട്ടും ജനങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ആസ്വദിച്ചിട്ട് പാർട്ടികളല്ല നമുക്ക് വലുത്, ആ പാർട്ടിയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ആസ്വദിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ എത്തിപ്പെടുന്ന മേഖല ആസ്വദിച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ ഒരു കുടുംബിനികളായി ജീവിച്ച ആളുകളല്ല. ആ കുടുംബിനികളാണ് സമയത്ത് ഞങ്ങൾ അത് ആസ്വദിച്ചു. എങ്ങനെ കുട്ടികളെ വളർത്തണം, ഭർത്താവിൻ്റെ അടുത്ത് എങ്ങനെ, ഭർത്താവിൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് എങ്ങനെ, അപ്പോൾ കൂട്ടുകുടുംബമായി ജീവിച്ച് ഞങ്ങൾ ആസ്വദിച്ച് ജീവിച്ചു. മറിച്ച് നമ്മൾ ഗ്രാമപഞ്ചായത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും വരുമ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആസ്വദിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ കാര്യങ്ങൾ പഠിച്ച് ചെയ്യാൻ നമുക്ക് പറ്റും. ഏതൊരു കാര്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്കതിൽ രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ, വേണോ വേണ്ടോ എന്നുള്ളത്. സാധിക്കും എന്ന് തോന്നണമെങ്കിൽ നമ്മളതിനെപ്പറ്റി പഠിക്കണം. പഠിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിലേക്ക് എത്തും. അതാണ് അതിൻ്റെ. പ്രതിസന്ധികൾ ഉണ്ടാവും 100%. ഇപ്പോൾ നമ്മൾ ഓരോ വർക്കിലും പ്രതിസന്ധി ഉണ്ടാവും. ജനങ്ങളുടെ ചീത്തയൊക്കെ കേൾക്കേണ്ടി വരും. കാരണം ജനപ്രതിനിധികളാണല്ലോ, നമ്മുടെ പാർട്ടി പ്രവർത്തകർ നമ്മളെ ചീത്ത പറയും. പക്ഷെ അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ നമ്മൾ പഠിച്ച് നമ്മൾ ആലോചിച്ച് അതിൽ എങ്ങനെ ഉചിതമായ തീരുമാനം എടുക്കാന്നുള്ളത് കൈകൊണ്ട നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. 5 വർഷം കഴിഞ്ഞു ഓൾമോസ്റ്റ്, ഇനിയില്ല. അപ്പോൾ ഇനി വരുന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭരണസമിതി എങ്ങനെയാണ് നിങ്ങൾ അവർക്കുള്ളൊരു ഉപദേശം അല്ലെങ്കിൽ അവർക്കുള്ളൊരു സജഷൻസ് കൊടുക്കുകയാണെങ്കിൽ അതെന്തൊക്കെ രീതിയിലാവും കൊടുക്കുന്നുണ്ടാവുക? സജഷൻ എന്ന് പറയുമ്പോൾ അത് ഓരോ ഭരണസമിതിക്ക് ഓരോ കാഴ്ചപ്പാടായിരിക്കും. ഞങ്ങളുടെ ഭരണസമിതിയുടെ കാഴ്ചപ്പാടായിരിക്കില്ല വരാൻ പോണ ഭരണസമിതിയുടെ കാഴ്ചപ്പാട്. അവർ 2020-25 ഭരണസമിതി ചെയ്ത മേഖല ചിലപ്പം AI ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി AI വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് ആ മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പം അങ്ങനത്തെ പ്രൊജക്റ്റ് ഏറ്റെടുക്കുക. അപ്പോൾ അത് ഓരോ ഭരണസമിതിയുടെ കാഴ്ചപ്പാടും അവരുടെ വിഷന് ഒക്കെയാണല്ലോ ഓരോ എന്ത് ചെയ്യണം എന്നുള്ളത്. അതിൽ നമ്മളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും കൂടി ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെ പറയാനല്ലേ ഉള്ളൂ സാധിക്കുക. പുതു തലമുറനോട് എന്തെങ്കിലും കാര്യങ്ങൾ
സജസ്റ്റ് ചെയ്യാനുണ്ടോ? എങ്ങനെ ആവണം നിങ്ങൾ എന്നുള്ള? ഇപ്പോൾ ലഹരി അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ അടുത്തുള്ളത്. പുതുതലമുറയോട് പറയാനുള്ളത്, ഒന്ന്, നമ്മൾ ജീവിതശൈലിയിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ പോലെയല്ല. അത് നമ്മുടെ ആരോഗ്യത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ കുറഞ്ഞ സമയമൊക്കെ നമ്മൾ ടി വി ഒക്കെ കാണുന്നു, അതല്ലെന്ന് മൊബൈൽ ഫോണ്, കുഞ്ഞുങ്ങളൊക്കെ ശീലങ്ങൾ മാറി. പണ്ടത്തെ കാലത്ത് ഞാനൊക്കെ കണ്ടിരുന്നത്, എൻ്റെയൊക്കെ ഒരു അയൽവാസി അവരൊക്കെ ഒരു 6 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് ഒരു 8 മണിക്ക് കിടന്നുറങ്ങുന്ന ഒരു കാലം, പുലർച്ചെ 4 മണിക്ക് എണീറ്റിരുന്ന കാലമായിരുന്നു. ഇന്ന് നേരെ തിരിച്ചാണ് ലൈഫ്. ഇന്ന് കുട്ടികൾ 12-1 മണി വരെ എന്ത് ചെയ്യും, ഒരു 2 മണി വരെയൊക്കെ അവർക്ക് ഉറക്കല്ല. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യും, കാലത്ത് അവർ എഴുന്നേൽക്കാതെ ഒരു 11 മണി 12 മണി, ആ ഒരു ജീവിതശൈലി വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് എനിക്ക് തോന്നുന്നത് വരാൻ പോകുന്ന തലമുറയും അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയും അനുഭവിക്കുന്നുള്ളതാണ്. അത് പഠനങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരണം. ആരോഗ്യമുള്ളൊരു സമൂഹത്തെ നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ മാറ്റം വരുത്തണം. ഒപ്പം ഇപ്പോൾ നമ്മൾ ദിനേന കേട്ടും കണ്ടും കൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നിന് അടിമപ്പെടുന്ന വലിയൊരു തലമുറയാണ്. ഒരു പക്ഷെ അറിയാതെ അതിനകത്ത് വീണ് പോയതായിരിക്കാം. അപ്പം അത് ശ്രദ്ധിക്കണം കുട്ടികൾ. കാരണം പല ആളുകളും നമ്മളതിൽ വീഴ്ത്താൻ വരുന്നുണ്ടാവും. അപ്പം അത് ശ്രദ്ധയോടെ കാണണം, പഠിക്കണം. പഠിച്ചിട്ടില്ലെങ്കിൽ എവിടെ എത്തൂല. കാരണം പണ്ടത്തെ പോലെയല്ല. ഇന്ന് കുറഞ്ഞ വിദ്യാഭ്യാസം തന്നെ ചിലപ്പോൾ PG ഒക്കെ ആയിട്ട് മാറുകയാണ്. അപ്പം അതുകൊണ്ട് നന്നായി പഠിക്കുക. പഠനം മാത്രം പോരാ, സ്കിൽഡായിട്ട് ഈ സിലബസ് ഓറിയൻറ്റഡിൽ നിന്നും മാറി സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ രീതി അപ്ലൈ ചെയ്തിട്ട് ചെറുപ്പത്തിൽ എന്ത് ചെയ്യണം, ജോലിയിൽ ഒരു ഫൈനാൻഷ്യൽ അച്ചീവ്മെൻറ്റ് ചെറുപ്രായത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കണം. ഇന്ന് ഒരുപാട് കുട്ടികൾ നോക്കുന്നുണ്ട്, യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കും. അപ്പം ആ രീതിയിലേക്ക് കുട്ടികൾ മാറിയാൽ ഒരു എൻഗേജ്മെൻറ്റ് വേണം കുട്ടികൾക്ക്. അതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഈ ഇതിലേക്കൊക്കെ കുട്ടികൾ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ, പുതിയ തലമുറയോട് പറയാനുള്ളത് അതാണ്. ഭാവിയിൽ അവരുടെ ജീവിതം എന്തായാലും അവർക്കൊരു ഫൈനാൻഷ്യൽ അച്ചീവ്മെൻറ്റ് നേടാൻ പറ്റും, ഉയർന്ന ജോലിയിലേക്ക് പോകാൻ പറ്റും, ഒരു കോൺഫിഡൻസ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെയാണ് പുതിയ തലമുറയോട് പറയാനുള്ളത്. കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ രക്ഷിതാക്കളെ ഏത് രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് ചെറുപ്പത്തിലെ, എന്നാലും വഴി തെറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ കുട്ടികൾക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും അവർ ചോദിക്കുന്ന പണമൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ അവർക്ക് ഈ പൈസയുടെ വില അറിയില്ല. അപ്പോൾ എന്നുവരിച്ച് കൊടുക്കണ്ട എന്നല്ല പറയുന്നത്. അപ്പോൾ ആദ്യം കൊടുത്തോണ്ടിരുന്നത് പെട്ടെന്ന് നിൽക്കുമ്പോഴാണ് കുട്ടികളുടെ സ്വഭാവം മാറുക. എന്തുകൊണ്ട് തന്നൂടാന്ന്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് അത് രക്ഷിതാക്കൾ എപ്പോഴും നിയന്ത്രണത്തിലൂടെ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പ്രസിഡന്റ് നേരത്തെ പറഞ്ഞ പോലെ അവർക്കും ഇത്തിരി പൈസ അവരുടെ ഫിനാൻഷ്യലി അവരെന്നെ ഉണ്ടാക്കണം എന്നുള്ള രീതി അവർക്ക് ബോധം വരുള്ളൂ. മറ്റൊന്ന്, ഏത് രീതിയിലൂടെ വളർന്നാലും എത്ര ഉയരങ്ങളിലെത്തിയാലും രക്ഷിതാക്കളെ, സ്വന്തം മാതാപിതാക്കളെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം ഉണ്ടാവാൻ പാടില്ലാത്ത രീതിയിലേക്ക് കുട്ടികളെ, അല്ലെങ്കിൽ പുതുതലമുറക്ക് അത് നമ്മൾ നല്ല ബോധം കൊടുക്കണം. അതായത് നമുക്കറിയാം, നമ്മുടെ രക്ഷിതാക്കളിപ്പോൾ തീരെ അനുസരണം ഇല്ലാത്ത കുട്ടികളാണെങ്കിലും സ്നേഹം ഉള്ളിലുണ്ടാവും. ആ സ്നേഹം ഇല്ലാണ്ടായി പോവുകയാണ്. അപ്പം പുതുതലമുറ നമ്മുടെ രക്ഷിതാക്കളെ എന്നും നമ്മുടേതാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ജീവിക്കാൻ അവർ പഠിക്കണം. അവരെ നമ്മൾ രക്ഷിതാക്കളെ പഠിപ്പിക്കുന്നു എന്നുള്ള കമ്മിറ്റ്മെൻറ്റ് വേണം. അതായത് നമ്മൾ അങ്ങോട്ട് എത്തിയത്, ഇവരാണ് ഞങ്ങൾ അവിടെ എത്തിയത് എന്നുള്ള തോന്നൽ എന്നും അവരിലുണ്ടായിരിക്കണം. അപ്പോഴാണ് അത് ഇല്ലാതാവുമ്പോഴാണ് മയക്കുമരുന്നും മറ്റും. അതിന് ഒരു രക്ഷിതാവിന് ഇപ്പോൾ അവനാൻ്റെ കുട്ടി ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കുന്ന രീതി ഇപ്പം ഉണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഉണ്ടാവും. പക്ഷെ അതിനെ ഉൾക്കൊള്ളാനും ആ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടിയെ അതിൽ നിന്ന് മാറ്റി നിർത്തി അവരെ നമ്മളിലേക്ക് എത്തിക്കാൻ, രക്ഷിതാക്കളിലേക്ക് തന്നെ എത്തിക്കാൻ രക്ഷിതാവിനെ ശ്രമിക്കണം. അത് വേറൊരാളും ശ്രമിച്ചിട്ട് കാര്യമില്ല. അവനാൻ്റെ മക്കളെ അവനാൻ തന്നെ ആകാൻ രക്ഷിതാക്കൾ തന്നെ ശ്രദ്ധിക്കണം. പറഞ്ഞ ആളെ തെറ്റിദ്ധരിച്ച് അവരെ വഴക്കടിക്കുന്നതിന് പകരം നമ്മുടെ കുട്ടികളെ നമ്മളാക്കി മാറ്റണം. ഇപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മൾ ആരോഗ്യം, പിന്നെ അതുപോലെ വിദ്യാഭ്യാസം, ഈ ഒരു
രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ചർച്ച ചെയ്തത്. ഈ ഒരു ഇതിൽ വന്ന ശ്രീ നസീബ അസീസ്, പിന്നെ അതുപോലെ പ്രസിഡന്റ് MK റഫീഖ, രണ്ടുപേർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.